പണ്ട് കാറ് പഠിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എത്തുന്നതിൻ്റെ മുന്നേയുള്ള വളവ് അല്ലെങ്കിൽ അപകടം പിടിച്ച ജംഗ്ഷനുകൾ അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. എന്താപ്പോൾ അവിടെ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വേറെ വണ്ടി വന്നാൽ എന്ത് ചെയ്യും, അവിടെ വണ്ടി നിന്ന് പോയാൽ എന്ത് ചെയ്യും, അങ്ങനെ അതിനെക്കുറിച്ച് ഭയങ്കര വേവലാതിയായിരിക്കും. അതവിടെ എത്തണ വരെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ അവിടെ എത്തിയാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളൊരു പഠിപ്പും ഇവരൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ചിലപ്പം ഞാൻ അവിടെ നിന്ന് പോയാൽ എന്താ, ചിലപ്പം ബാക്കിയുള്ളവർ അത് മനസ്സിലാക്കിയിട്ടോ എങ്ങനെയെങ്കിലും അവിടെ നിന്നാണ്ട് അത് കഴിഞ്ഞു പോകും. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ നമ്മുടെ ഈ ടെൻഷൻ ബാക്കിയേക്കാരും അത് കഴിഞ്ഞു പോയാൽ പിന്നെ അതാണ് കഴിഞ്ഞും ചെയ്ത്. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലുള്ള പല കാര്യങ്ങളും. നമ്മുടെ ചിന്തയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലാതെ ആ കാര്യമല്ല. ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത, അത് എങ്ങനെ ചെയ്യും എന്നുള്ള ചിന്തയായിരിക്കും. ആ കാര്യം ചെയ്യുമ്പോൾ ചിലപ്പം ഒന്നും ഉണ്ടാവില്ല, അതിങ്ങനെ ചെയ്തു പോകും. പക്ഷേ നമ്മുടെ ചിന്ത നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഉറക്കം കളഞ്ഞിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മൾ കൂടുതൽ ആവശ്യമില്ലാതെ ബേജാറായി ഒക്കെ കുറേ സമയം കളഞ്ഞിട്ടുണ്ടാവും. നമ്മളെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ പറ്റിയേക്കാവുന്ന സമയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ റിയലൈസ് ചെയ്യുക, ഓക്കെ ഇന്ന കാര്യം നടക്കാൻ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് വണ്ടി എടുക്കുമ്പോൾ ഒരു പ്ലാനൊക്കെ ഉണ്ടാകണത് നല്ലതാണ്. ഇപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികം, അതായത് ഇന്ന ജംഗ്ഷൻ വരുന്നുണ്ട്, അവിടെ ഞാനൊന്ന് കരുതണം എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. അതിൻ്റെ കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. റോമൻ ഫിലോസഫറായിട്ടുള്ള മാർക്കസ് ഔറേലിയസ്, അദ്ദേഹം ഒരു സ്ലേവായിരുന്നു. അത് പിന്നീടാണ് എംപയറൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. ലോകം കണ്ട ഏറ്റവും മികച്ചൊരു എംപയറിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്, പീപ്പിൾ സഫർ മോർ ഇൻ ഇമാജിനേഷൻ ദാൻ ഇൻ റിയാലിറ്റി. ഈ ഒരു കോട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുക എപ്പോഴും, എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെ അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ നമ്മുടെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും. കാരണം ചിന്തകളാണ് അടിസ്ഥാനത്തിൽ നമ്മുടെയൊക്കെ പ്രശ്നം. ഏതൊരാളുടെയും ആ കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല.